ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഈ യുദ്ധം എപ്പോഴാണ് അവസാനിക്കുക? ആരാണ് യുദ്ധത്തിൽ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് വിജയിക്കുക? ഇതൊക്കെയാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ യുദ്ധം ലോകത്തിന് വലിയ രൂപത്തിലുള്ള അപകടം വരുത്തി വെക്കുന്നു. ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ തന്നെ ചോദ്യം ചെയ്യുന്ന, ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ തന്നെ തകർത്ത് കളയുന്ന രൂപത്തിലുള്ള നീക്കങ്ങളാണ് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ്, ഇസ്രായേലും നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നു. അതേസമയം അമേരിക്ക ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ആരാണ് വിജയിച്ചത്, അല്ലെങ്കിൽ യുദ്ധം എന്ന് അവസാനിക്കും എന്ന ചോദ്യത്തിന്റെ കൃത്യമായ മറുപടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഈ യുദ്ധം അവസാനിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ, ഹോർമുസ് കടലൊടുക്ക് എന്നാണോ സുഖകരമായി തുറക്കപ്പെടുന്നത് അന്നായിരിക്കും ഈ യുദ്ധം അവസാനിക്കുക. അതായത് അങ്ങനെയുള്ള ഒരു വാർത്ത നിങ്ങൾ കേട്ടാൽ യുദ്ധം അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലാത്ത കാലത്തോളം ഏത് വെടിനിർത്തൽ ഉണ്ടെങ്കിൽ പോലും ഈ യുദ്ധം അവസാനിച്ചു എന്ന് വിലയിരുത്താൻ കഴിയില്ല. ഇനി അടുത്ത ചോദ്യം, ആരാണ് യുദ്ധത്തിൽ വിജയിച്ചത് എന്നാണ്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ ഇറാൻ എപ്പോഴാണോ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, അവിടെ നമുക്ക് തീർത്ത് പറയാം ഇറാൻ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന്. അതേ സമയത്ത് അമേരിക്ക അവരുടെ ലക്ഷ്യങ്ങൾ നേടാതെ എത്ര കാലം മുന്നോട്ട് പോകുന്നോ ആ സമയത്തെല്ലാം നമുക്ക് ഇറാൻ വിജയിച്ചു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇറാന് ശക്തമായി അമേരിക്കയെയും ഇസ്രായേലിനെയും പ്രതിരോധിക്കാൻ അവർക്ക് സാധിച്ചു എന്നാണ് അതിനർത്ഥം. അതേസമയത്ത് അമേരിക്കക്ക് ഒരുപാട് യുദ്ധവിമാനങ്ങളും വലിയ നാശനഷ്ടങ്ങളും ഉണ്ട്. പക്ഷെ അതിന്റെ പേരിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്നോ, അല്ലെങ്കിൽ ഇറാനിൽ ഉണ്ടാകുന്ന വലിയ നാശനഷ്ടങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ ഇറാനിൽ ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങൾ അതുകൊണ്ട് ഇറാൻ പരാജയപ്പെട്ടു എന്നോ വിലയിരുത്താൻ കഴിയില്ല. അമേരിക്ക മുന്നോട്ട് വെച്ച് എൻറിച്ച്ഡ് യുറേനിയം അത് അവിടെ നിന്നും ഇറാനിൽ നിന്നും പൊക്കുക. രണ്ടാമത്തെ കാര്യം, ഇറാൻ അവരുടെ ന്യൂക്ലിയർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ആണവ റിയാക്ടറുകൾ അത് അടച്ചുപൂട്ടുക, അത് സീറോയിലേക്ക് എത്തിക്കുക എന്ന അമേരിക്കയുടെ ലക്ഷ്യം. അതുപോലെ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ നിയന്ത്രിക്കുക. ഈ മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുന്നിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 450 കിലോഗ്രാം വരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഇറാനിൽ നിന്ന് മാറ്റുക എന്നത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തേത്, ഇനി അവർക്ക് അത്തരത്തിലുള്ള ഒരു ആണവ റിയാക്ടർ പ്രവർത്തിപ്പിക്കാൻ പാടില്ല, അത് അടച്ചുപൂട്ടുക എന്നത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തേതാണ് മിസൈൽ ദൂരപരിധി നിശ്ചയിക്കുക എന്നത്. എന്നാൽ ഈ മൂന്ന് ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാത്ത കാലത്തോളം ഇറാൻ വിജയിച്ചു എന്ന് തന്നെ പറയാം. അതായത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ നീക്കങ്ങളെ ഇറാൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഇറാന്റെ മുന്നിലുള്ള ഈ യുദ്ധത്തിലെ ലക്ഷ്യം. കാരണം ഇറാനല്ല യുദ്ധം ആരംഭിച്ചത്, അവിടെ യുദ്ധം ആരംഭിച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ്. ആ ലക്ഷ്യം അവർക്ക് സാക്ഷാത്കരിക്കാൻ കഴിയാതെ ഇറാൻ എത്ര കാലം പിടിച്ചു നിൽക്കുന്നോ ആ കാലത്തൊക്കെയും നമുക്ക് ഇറാൻ വിജയിച്ചു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിലവിൽ ഇറാനാണ് വിജയം എന്നതിൽ സംശയമില്ല. അതേസമയം അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ തീരുമാനങ്ങൾ, നിബന്ധനകൾ, ഉപാധികൾ അത് ഇറാൻ അംഗീകരിക്കുന്ന ഏതൊരു ഘട്ടമുണ്ടോ അവിടെ ഇറാൻ പരാജയപ്പെട്ടു എന്ന് പറയാം. അതോടുകൂടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആധിപത്യം ആ ഇറാന് മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ ഇറാന്റെ കയ്യിലാണ് ഈ യുദ്ധത്തിന്റെ വിജയം ഉള്ളത്. അതേ സമയത്ത് എന്ന് ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിച്ചോ അന്ന് അത് അമേരിക്കക്ക് വിജയം അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. ട്രംപ് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ഇറാന്റെ യുദ്ധവിമാനങ്ങളെല്ലാം തകർത്തു, അവരുടെ സൈനിക സംവിധാനങ്ങൾ തകർത്തു, കപ്പലുകൾ തകർത്തു എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും അസത്യമാണ്. ഇറാന്റെ കപ്പലുകൾ തകർക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. കപ്പലുകളെല്ലാം തകർത്തു എന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോഴും തകർക്കുമെന്ന് പറയുന്നത് ഏത് കപ്പലിനെ കുറിച്ചാണ്? ഇപ്പോൾ പാകിസ്ഥാന്റെ ദൂതന്മാർ ഇറാനിലേക്ക് കടന്നു വരുമ്പോൾ ഇറാന്റെ യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടുകൂടെയാണ് അവർക്ക് സെക്യൂരിറ്റി നൽകിയത് ഇറാന്റെ യുദ്ധവിമാനങ്ങളാണ്. ഈ യുദ്ധവിമാനങ്ങളെ എല്ലാം തകർത്തു, തരിപ്പണമാക്കി, പൊടിപ്പൊടിയാക്കി കരിച്ചു കളഞ്ഞു എന്ന് ഓരോ ദിവസവും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ട്രംപ് പച്ചക്കള്ളമാണ് പറയുന്നത്. ഇറാന്റെ യുദ്ധവിമാനങ്ങളെല്ലാം സുരക്ഷിതമായി അവർ മലക്കും പർവ്വതങ്ങൾക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനൊന്നും യാതൊരു തകരാറും പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്ന കാര്യം. അതേസമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലിലും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ അവർ ഏതെല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ആ ആയുധങ്ങൾ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അത് അവരുടെ ലക്ഷ്യം നേടാൻ വേണ്ടി അവർ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. നഷ്ടം എന്ന് പറയാൻ കഴിയില്ല. അതേസമയത്ത് അവരുടെ സ്റ്റോറേജുകളിൽ ഉണ്ടായിട്ടുള്ള കുറവ് അവർ ഉപയോഗിച്ച ആയുധങ്ങൾ മാത്രമാണ്. അല്ലാത്ത ഒരു സ്റ്റോറേജ് തകർക്കാൻ നിലവിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്
എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുവരെ വളരെ സുരക്ഷിതമായി എല്ലാ കപ്പലുകൾക്കും ചലിക്കാൻ പറ്റുന്ന ഏതൊരു ഘട്ടമുണ്ടോ അന്ന് മാത്രമേ ഈ യുദ്ധം അവസാനിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.